എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ചോദ്യങ്ങളാണ് ചെയ്തു നിർത്തിയതല്ലേ. ഇനി നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ രണ്ട് സമവാക്യം ഉപയോഗിച്ച് ഒരു ജോഡി സമവാക്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 അല്ലെ 2 ഇക്വേഷൻസ്, അതായത് രണ്ട് സമവാക്യം എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ നമുക്കൊരു ചോദ്യം ഉണ്ട് അല്ലെ. അത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ചോദ്യം? ദി പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 110 rupees. The price of 2 pens and 5 notebooks is 107 rupees. What is the price of a pen and a notebook? ഇതാണ് ചോദ്യം. അതായത് രണ്ട് പേന അല്ലെ, രണ്ട് പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി എത്ര രൂപയായി? 110 രൂപയായി. പിന്നെയോ രണ്ട് പേനയ്ക്കും 5 നോട്ട് ബുക്കിനുമായി എത്ര രൂപയായി? 170 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? ഒരു നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് സാധാരണയായി നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഇവിടെ പേനയും ഉണ്ട്, നോട്ട്ബുക്കും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പെന്നിന്റെ വില X രൂപയാണെന്ന് കൊടുക്കാം, അതുപോലെ തന്നെ ഒരു നോട്ട് ബുക്കിന്റെ വില Y ആണെന്ന് കൊടുക്കാം. പ്രൈസ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില X രൂപ അല്ലേ. പിന്നെ നമുക്ക് എന്ത് എഴുതാം? പ്രൈസ് ഓഫ് 1 നോട്ട്ബുക്ക് അല്ലേ, നോട്ട്ബുക്ക് അപ്പോൾ നമുക്ക് അതിന്റെ വില Y ആണെന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ പേനയുടെ വില, ഒരു പേനയുടെ വില X ആണ്, ഒരു നോട്ട്ബുക്കിന്റെ വില Y ആണ്. ഇനി ഈ രണ്ട് പേനയും 3 നോട്ട്ബുക്കും അല്ലെ, ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ട് പേന, അപ്പൊ ഒരു പേനയ്ക്ക് X രൂപയാണെങ്കിൽ രണ്ട് പേനയുടെ വില എത്രയായിരിക്കും? 2 × X. പിന്നെയോ 3 നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിന്റെ വില Y രൂപയാണെങ്കിൽ 3 നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 3 × Y അല്ലെ. അപ്പൊ നമുക്ക് 2 പേനയുടെ വില കിട്ടി, 3 നോട്ട് ബുക്കിന്റെ വില കിട്ടി അല്ലെ. ഇതിന് മൊത്തം എത്ര രൂപയായി? 110 രൂപയായി. അപ്പൊ നമുക്ക് അത് എഴുതാനോ? പ്രൈസ് ഓഫ് 1 പെൻ X ആണെങ്കിൽ പ്രൈസ് ഓഫ് രണ്ട് പേനയുടെ വില എത്രയായി? 2X അല്ലെ. അപ്പൊ 2X, ശ്രദ്ധിച്ച് ചെയ്യാം, 2X അല്ലെ. വളരെ സിമ്പിൾ ആണ്. 2X ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 2X രണ്ട് പേനയുടെ വില. പിന്നെയോ 3 നോട്ട് ബുക്ക് അല്ലെ. അപ്പൊ 3Y, അപ്പൊ പ്ലസ് 3Y കണ്ടില്ലേ. അപ്പൊ രണ്ട് പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി കൂടിയിട്ട് എത്ര രൂപയായി? 110 രൂപയായി. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് പേനയ്ക്കും 5 നോട്ട് ബുക്കിനും അല്ലെ. അപ്പൊ രണ്ട് പേനയുടെ വില 2 × X, അപ്പൊ 2X പ്ലസ് 5 നോട്ട് ബുക്ക് ആകുമ്പോ എത്രയായി വില? 5 × Y അല്ലെ, 5Y. അതിന് കൂടിയിട്ട് എത്ര രൂപയായി? 170 രൂപയായി. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഒന്നുകിൽ X-നെ ഒഴിവാക്കണം അല്ലെങ്കിൽ Y-നെ ഒഴിവാക്കണം. അപ്പൊ നമുക്കിവിടെ ആരെയാണ് കളയാൻ പറ്റിയെന്ന് നോക്കിയേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? X-ന്റെയും Y-ന്റെയും കോഎഫിഷ്യന്റ് നോക്കാം. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് 2 ആണ്, ഇവിടെ കോഎഫിഷ്യന്റ് 2, അതായത് രണ്ടിന്റെ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് X-നെ ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇനി ഒഴിവാക്കുക? ഒന്നിൽ നിന്ന് അടുത്തത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ X പോയി കിട്ടി. ഇപ്പൊ 5 ൽ നിന്ന് 5 കുറച്ചാൽ 0 ആയി അല്ലെ, 10 ൽ നിന്ന് 10 കുറച്ചാൽ 0 ആയി. അപ്പൊ അതുപോലെ 2X ൽ നിന്ന് 2X കുറച്ചു കഴിഞ്ഞാൽ 0 ആയി. അപ്പോൾ X പോയി കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറച്ചാലും ഇതിൽ നിന്ന് ഇത് കുറച്ചാലും ഒക്കെ 0 തന്നെ. പക്ഷെ ഇവിടെ നോക്കിയാൽ ഇതാണ് വലിയ സംഖ്യ അല്ലെ, 170 ആണ് വലിയ സംഖ്യ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. അതായത് ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 നമ്മൾ കുറയ്ക്കാൻ പോകണം. ക്ലിയർ ആയില്ലേ? ഇക്വേഷൻ 2 അല്ലെ, ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 ഞാൻ കുറയ്ക്കുന്നു, മൈനസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 2 നിന്ന് 1 കുറയ്ക്കാൻ കാരണം മനസ്സിലായല്ലോ. കാരണം ഇതാണ് വലിയ സംഖ്യ. അപ്പൊ നമുക്ക് കുറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നോക്കിയാൽ 2X ൽ നിന്ന് 2X കുറച്ച് എത്ര? 0 ആയിപ്പോയി അല്ലെ, 0. ഇനി 5Y ൽ നിന്ന് 3Y കുറച്ചാലോ? 5Y ൽ നിന്ന് 3Y കുറച്ചാൽ എത്ര കിട്ടും? 2Y. അപ്പൊ ഇവിടെ നമ്മൾ 2Y എഴുതി, സീക്വൽ ടു അല്ലെ. ഇനി 170 ൽ 110 കുറച്ച് എത്ര കിട്ടും നമുക്ക്? 60. അപ്പൊ നോക്കിയേ, 2Y = 60 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ Y എത്ര ആയിരിക്കും? Y = 60. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 അല്ലെ, = 30. കണ്ടോ? അപ്പൊ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ടാണ് ഇത്രയും കിട്ടിയെന്ന് നോക്കിയാൽ. Yയുടെ വാല്യൂ കിട്ടി 30, അതായത് ഒരു നോട്ട് ബുക്കിന്റെ വില ആണ് Y അല്ലെ. അപ്പൊ Yയുടെ വില നമുക്ക് 30 കിട്ടി. ഇനി നമുക്ക് X കണ്ടുപിടിക്കണം അല്ലെ. X കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ Yയുടെ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് സിമ്പിളായി തോന്നുന്ന ഇക്വേഷൻ? ആ സിമ്പിൾ ഏത് ഇക്വേഷനിൽ ഇട്ടാലും ഒരേ വാല്യൂ തന്നെ കിട്ടും. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയ ഇക്വേഷൻ ഇടാം. ഇപ്പം നമുക്കിത് അല്ലേ ആദ്യത്തെ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും നോക്കിയാൽ 2x, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 2x + 3y = 110. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ yക്ക് പകരം എന്ത് കൊടുക്കാം? ഈ 30 അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ എന്ത് വരും നോക്കിയാൽ 2x + 3 × y, yയുടെ വാല്യൂ 30 = 110 അല്ലേ? അതായത് 2x + 3 × 30 എത്രയാണ്? 90 അല്ലേ? = 110. അങ്ങനെയാണെങ്കിൽ 2x അല്ലേ? 2xന്റെ വാല്യൂ എങ്ങനെ നമുക്ക് കിട്ടും? 2x കിട്ടാൻ ഇവിടെ 110, ഈ 90 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എത്ര വന്നു? -90 അല്ലേ? = 20. അപ്പോൾ 2xന്റെ വാല്യൂ 20 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? x = 20/2 അല്ലേ? ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ /2 ആയി = 10. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് 1 പെൻ അല്ലേ? അപ്പോൾ എഴുതാം പ്രൈസ് ഓഫ് 1 പെൻ = 10 rupees അല്ലേ? ഒരു പേനയുടെ വില 10 രൂപ. ഇനി y എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് അല്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് 1 നോട്ട് ബുക്ക് = 30 rupees. അതുപോലെ എഴുതി വെക്കാം. ക്ലിയർ ആയല്ലോ? എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത പേജിൽ, അതായത് പേജ് നമ്പർ 12 ഒരു ചോദ്യം കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. The price of 3 pencils and 4 pens is 66 rupees and the price of 6 pencils and 3 pens is 72 rupees. What is the price of each? ഇതാണ് ചോദ്യം. അതായത് 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടിയിട്ട് 66 രൂപയാണ് വില. പിന്നെയോ 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടിയിട്ട് 72 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിന്റെ വില എത്ര? ഒരു പേനയുടെ വില എത്ര? അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ചോദ്യം ചെയ്ത അതേ ടൈപ്പ് ഒരു ചോദ്യം തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഒരു പെൻസിലിന്റെ വില നമുക്ക് x രൂപയാണെന്ന് കൊടുക്കാം. അതുപോലെ ഒരു പേനയുടെ വില നമുക്ക് y രൂപയാണെന്ന് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ പ്രൈസ് ഓഫ് 1 പെൻസിൽ, ഒരു പെൻസിലിന്റെ വില x രൂപ. പ്രൈസ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില y രൂപ. ഇനി എന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്? 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടിയിട്ട് 66 രൂപ അല്ലേ? അപ്പോൾ നമുക്ക് വളരെ എളുപ്പം അറിയാലോ. 3 പെൻസിൽ, ഒരു പെൻസിലിന് x ആണെങ്കിൽ 3 പെൻസിലിന് 3x അല്ലേ? 3x പ്ലസ് ഇനി എത്ര പെന്ന് വാങ്ങി? 4 പെൻ അല്ലേ? അപ്പോൾ 4 പെൻ 4y. ഒരു പേനയുടെ വില y ആണെങ്കിൽ 4 പെന്നിന്റെ വില 4y. എത്രയായി? 66 രൂപ അല്ലേ? അപ്പോൾ 66 കണ്ട. അപ്പോൾ 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടിയിട്ട് 66 രൂപ. ഓക്കെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 6 പെൻസിലിനും 3 പേനയ്ക്കും അല്ലേ? 6 പെൻസിൽ, അപ്പോൾ 6 × x അല്ലേ? 6 പെൻസിൽ, ഒരു പെൻസിലിന്റെ വില x, അപ്പോൾ 6 പെൻസിലിന്റെ വില 6x. അപ്പോൾ 6x പ്ലസ് 3 പെൻ, അപ്പോൾ 3 × y അല്ലേ? 3 × y, 3y. എത്ര രൂപയായി? 72 രൂപ. ഓക്കെ. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തതിന്, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തതിന് അല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ എന്ത് വേണം? നമുക്ക് ഒരാളെ ഒഴിവാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ ഒഴിവാക്കണം. ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ വൈനെ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണെന്ന് നോക്കാം, വൈയുടെയും കോഎഫിഷ്യൻ്റ് നോക്കാം അല്ലേ? അപ്പോൾ ഏതാണോ സെയിം ആയിട്ടുള്ളത് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇവിടെ നോക്കിയാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 6 അല്ലേ? രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ഉടനടി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെയാണെങ്കിലോ വൈയുടെ കോഎഫിഷ്യൻ്റ് 4, ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 3. ഇവിടെയും വ്യത്യാസമുണ്ട്. ഇവനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ ഒറ്റയടിക്ക് ഇതിൽ ആരെയും ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? രണ്ടാളും പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? ഈ കോഎഫിഷ്യന്റിനെ ഏതെങ്കിലും എക്സിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് സെയിം ആക്കാൻ പറ്റുമെന്ന് നോക്കാം. സെയിം ആക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ ഇതിന്റെ 3, ഇതിന്റെ 6 അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ 3നെ നമുക്ക് 6 ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഈ 3നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 ആക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? പറ്റും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ അങ്ങോട്ട് 2 കൊണ്ട് ഗുണിച്ചു കൊടുക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനെ ഗുണിക്കുമ്പോൾ ഇതിനെ ഒരു ഇക്വേഷനിൽ ഇവിടെ ഗുണിക്കുമ്പോൾ എല്ലാ ടേംസിനെ നമ്മൾ ഗുണിക്കണം, അല്ലാണ്ട് ഇതിനെ മാത്രം നമ്മൾ ഗുണിക്കാൻ പാടില്ല അല്ലേ? അപ്പൊ ഈ 3 ആളെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ 2 കൊണ്ട് ഗുണിക്കാൻ എന്താണ് കാരണം? ഇതിനെ സെയിം ആക്കാൻ വേണ്ടി അല്ലേ? ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ്. ഇതിനെ നമ്മൾ 3 എന്നുള്ളത് 6 ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. ക്ലിയറല്ലോ? അപ്പൊ ഞാനിവിടെ എഴുതുന്നു ഇക്വേഷൻ നമ്പർ 1 അല്ലേ? ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 2. കണ്ട, നമ്മൾ ചെയ്യുന്ന കാര്യം ഇവിടെ എഴുതി വെക്കണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1നെ അല്ലെ, ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു.
അപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കിയാൽ 2 × 3x എത്ര ഒന്ന് 6x ആയി 6x ആയി ചിഹ്നം പ്ലസ് 2 × 4y അല്ലെ എല്ലാരെയും കുടിക്കണം 2 × 4y എത്ര വന്നു 8y സീക്വൽ ടു 2 × 66 132 അല്ലെ 132 കേട്ടോ. ഇപ്പൊ നമുക്ക് മറ്റൊരു അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് ഈ ഇക്വേഷനിലേക്ക് മാറ്റി. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് മാറ്റി. ഇപ്പൊ നോക്കിയാൽ ഈ രണ്ട് ഇക്വേഷനും എക്സ് അല്ലെ എക്സിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് സെയിം ആയി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നിൽ നിന്ന് അടുത്തത് കുറയ്ക്കുക. നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇവിടെ നോക്കിയതല്ലേ വലുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2നെ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു ഇക്വേഷൻ നമ്പർ 3 അല്ലെ, അതിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2നെ ഞാൻ മൈനസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പൊ അതെ വരച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു? RX മൈനസ് ചെയ്തതിന് എത്രയാണ്? 0. ക്ലിയർ ആണല്ലോ. ഇനി 8y നിന്ന് 3y കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 5y. ഇനി 132ൽ നിന്ന് 72 കുറയ്ക്കുന്നു അല്ലെ. അപ്പൊ അത്ര കിട്ടും? 2ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 0 അല്ലെ. 13ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 6 അല്ലെ 6. അപ്പൊ നമുക്ക് 5y = 60 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y = 60/5 അല്ലെ. 5 ഇങ്ങോട്ട് വരുമ്പോൾ /5 = 12. ഇപ്പോൾ y കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കിട്ടും അല്ലെ. എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷനിൽ ഈ y പകരം ഈ വാല്യൂ കൂടി കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ തന്നെ എടുത്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? 3x + 4y = 66 അല്ലെ. അതിൽ എന്ത് ചെയ്യുന്നു? ഞാൻ വൈയുടെ വാല്യൂ കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ 3x + 4y 4 × y 12 = 66 അല്ലെ. അതായത് 3x + 4 × 12 എത്രയാണ്? ഗുണിച്ചു നോക്കിയാൽ 48 അല്ലെ. 48 = 66. അതിൽ നിന്ന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 3x അല്ലെ. 3xന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 3x = എന്ത് വരും? ഇവിടെ 66 ഉണ്ട്. 66ൽ നിന്ന് ഈ 48 അങ്ങോട്ട് പോകുന്നു അല്ലെ. അപ്പൊ -48 അല്ലെ. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 3x = 66ൽ നിന്ന് 48 കുറച്ച് കഴിഞ്ഞാൽ 18 അല്ലെ. 18. അങ്ങനെയാണെങ്കിൽ x എത്ര ആയിരിക്കും? x = 18 ഈ 3 അല്ലെ × 3 ആണ്. ഇവിടെ വരുമ്പോൾ /3 ആയി = 6 × 3 18 അല്ലെ 6. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി 6. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പെൻസിലിന്റെ വാല്യൂ. പെൻസിലിന്റെ വില 6 രൂപ. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. എന്തെന്ന്? പ്രൈസ് ഓഫ് 1 പെൻസിൽ അല്ലെ = 6 rupees. അതുപോലെ തന്നെ y പ്രൈസ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില 12 rupees. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 അല്ലെ 14 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. The price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen? What is the price of a pencil? അല്ലേ? അപ്പോൾ നമ്മൾ ഇതേ ടൈപ്പ് ചോദ്യമാണ് നമ്മൾ നേരത്തെ 2 എണ്ണം ചെയ്തത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. അതുപോലെ 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടിയിട്ട് 111 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? ഒരു പെൻസിലിന്റെ വില എത്രയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ഈ ടൈപ്പ് ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കാണാം? നമുക്കറിയാം 2 സാധനങ്ങളുണ്ട്. ഒന്ന് പേനയുണ്ട്, ഒരു പെൻസിലും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നിന്റെ വില x എന്ന് കൊടുക്കാം, അടുത്തതിന്റെ വില നമുക്ക് y എന്ന് കൊടുക്കാം. പ്രൈസ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില x എന്ന് കൊടുത്തു. പ്രൈസ് ഓഫ് 1 പെൻസിൽ, ഒരു പെൻസിലിന്റെ വില y എന്ന് കൊടുത്തു അല്ലെ. ഇനി നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി അല്ലെ. അപ്പൊ 4 പേനയുടെ വില, ഒരു പേനയുടെ വിലയാണ് x രൂപ. അങ്ങനെയാണെങ്കിൽ 4 പേനയുടെ വില 4 × x അല്ലെ. ഒരു പേനയുടെ വിലയെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 പേനയുടെ വില കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളിവിടെ എഴുതി 4x അല്ലെ പ്ലസ് പിന്നെ എത്ര പെൻസിൽ വാങ്ങി? 3 പെൻസിൽ അല്ലെ. അപ്പൊ ഒരു പെൻസിലിന് y ആണെങ്കിൽ 3 പെൻസിലിന്റെ വില 3 × y അല്ലെ. അപ്പൊ 3y. അപ്പൊ 4 പേനയുടെ വില, 3 പെൻസിലിന്റെ വില, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എത്ര പൈസ കൊടുത്തു? 66 രൂപയായി അല്ലെ. 66. ഇനി നോക്കിയേ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 7 പേനയ്ക്കും 3 പെൻസിലിനും അല്ലെ. അപ്പൊ 7 പേനയുടെ വില എത്രയായിരിക്കും? ഒരു പേനയ്ക്ക് x ആണെങ്കിൽ 7 പേനയുടെ വില 7 × x അല്ലെ. ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 7 പേനയുടെ വില 7 × 5 35 രൂപ അല്ലെ. അതുപോലെ ഒരു പേനയ്ക്ക് x രൂപയാണെങ്കിൽ 7 പേനയുടെ വില 7 × x അല്ലെ. അതായത് 7x പ്ലസ് പിന്നെയോ
3 പെൻസിലും അല്ലെ 3 പെൻസിലിന്റെ വില എത്രയായിരിക്കും 3 ഇൻറ്റു വൈ അല്ലെ 3y. അപ്പൊ ഇതിന് രണ്ടിനും കൂടി എത്ര രൂപയായി 111 രൂപയായി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും വില കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയല്ലേ. അപ്പൊ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഒരാളെ ഒഴിവാക്കണം അല്ലെ. ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ വൈനെ ഒഴിവാക്കണം. അപ്പൊ ആരെ ഒഴിവാക്കണം എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക? അതിന്റെ കോഎഫിഷ്യന്റ് നോക്കണം അല്ലെ. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് 4, ഇവിടത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് 7, രണ്ടും വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവനെ ഒഴിവാക്കാൻ തൽക്കാലം പറ്റില്ല. അപ്പൊ അവനെ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചു. ഇനി നമ്മൾ വൈ മൽക്ക് നോക്കിയേ, വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 3, ഇവിടെയും 3 അല്ലെ, സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് വൈനെ ഒഴിവാക്കാം അല്ലെ. അപ്പൊ എങ്ങനെ വൈനെ ഒഴിവാക്കാം? ഇവിടെ നോക്കിയാൽ ഇത് 3y അല്ലെ. അപ്പൊ ഒന്നിൽ നിന്ന് അടുത്തതിന് മൈനസ് ചെയ്താൽ മതി. 3y നിന്ന് 3y കുറച്ച് കഴിഞ്ഞാൽ എന്തായി? ആ y അങ്ങോട്ട് പോയി കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നോക്കിയാൽ വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കാം. കണ്ട, ഇവിടെ 111 ഉണ്ട്, ഇവിടെ 66 ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് എളുപ്പം? ഈ ഇക്വേഷനിൽ നിന്ന് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷനെ കുറയ്ക്കുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു ഇക്വേഷൻ നമ്പർ 2 അല്ലെ. 2ന്ന് 1നെ കുറയ്ക്കുന്നു, -1. ഓക്കെ. ഇനി നമ്മൾ സാധാരണ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കുന്നത് 7x അല്ലെ. ഇതിന്ന് അതിന് കുറയ്ക്കുന്നത് 2ന്ന് 1നെ കുറയ്ക്കുന്നു. അപ്പൊ 7x 4x കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും നമുക്ക്? 3x അല്ലെ, 3x. ഇനി 3y നിന്ന് 3y കുറച്ച് കഴിഞ്ഞാൽ 0 സീക്വൽ ടു എന്ത് വരും? ഇനി 111ൽ നിന്ന് 66 കുറക്കുന്നു അല്ലെ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? ഇവിടെ നോക്കിയേ 111 അല്ലെ, 111 - 66 അല്ലെ. എങ്ങനെ കുറയ്ക്കാറ് നമ്മൾ? ഇവിടെ നോക്കിയാൽ 6 അല്ലെ, 1ൽ നിന്ന് 6 കുറക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ കടം വാങ്ങുന്നു. കടം വാങ്ങുമ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ 11 അല്ലെ. ഇവിടെ 1ഉം ഈ 1ഉം ഇവിടുത്തെ 1ഉം കൂടി 11 അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ നമ്മൾ ഈ 1 പോകുന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നമുക്ക് എത്രയായി? 10 അല്ലെ, 10. ഇനി നോക്കിയാൽ 11ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടി? നമുക്ക് 5 കിട്ടി. ഇനി 10ൽ നിന്ന് 6 കുറച്ചാലോ? 4 അല്ലെ, 4. അപ്പൊ നമുക്ക് 45. അപ്പൊ ഇവിടെ നമുക്ക് 45 എന്ന് കിട്ടി. 3x = 45. അങ്ങനെയാണെങ്കിൽ x എത്ര വരും? x = 45/3 അല്ലെ. 45/3 എത്ര കിട്ടും നമുക്ക്? ഹരിച്ചു കഴിഞ്ഞാൽ 15. ഹരിക്കാനൊക്കെ അറിയില്ലേ? 45 അല്ലെ. ഹരിക്കാൻ അറിയാത്തൊരു ശ്രദ്ധിക്കുക. ഹരിക്കാനൊക്കെ നല്ലവണ്ണം പഠിക്കുക. 45ന് നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ അല്ലെ. 4ൽ എത്ര 3 ഉണ്ട്? 1 3 അല്ലെ. 1 × 3 3. ഇനി 1 കുറച്ചിട്ടു, ഈ 5നെ ഇങ്ങോട്ട് ഇറക്കിയിട്ടു. ഇനി 15ൽ എത്ര 3 ഉണ്ട്? 5 3 അല്ലെ. 5 × 3 15. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. അതായത് പ്രൈസ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില എത്രയാണെന്ന് കിട്ടി? 15 കിട്ടി അല്ലെ. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് സിമ്പിൾ ആയി തോന്നുന്ന ഒരു ഇക്വേഷനിൽ ഈ വാല്യൂ എക്സിന്റെ വാല്യൂ കൂടി ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ഇക്വേഷൻ എടുക്കാം. 4x + 3y = 66 അല്ലെ. ഈ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കിട്ടിയാലോ. അപ്പൊ 4 × എക്സിന് പകരം എന്ത് എഴുതാം? 15 + 3y = 66. 4 × 15 എത്രയാണ്? 60 അല്ലെ. അപ്പൊ 60 + 3y = 66 അല്ലെ. ഇനി നമുക്ക് 3y കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് 3y അവിടെ നിർത്തിയിട്ട് 66, ഈ 60 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -60 അല്ലെ, = 6 കിട്ടി അല്ലെ. അപ്പൊ 66 - 60 6 കിട്ടി. 3y 6. അങ്ങനെയാണെങ്കിൽ y എത്ര കിട്ടും നമുക്ക്? y = 6. ഇവിടെ 3y 3 × y ആണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ /3 = 2. കണ്ട. അപ്പൊ വൈയുടെ വാല്യൂ കിട്ടി, എക്സിന്റെ വാല്യൂ കിട്ടി. y എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് 1 പെൻസിൽ അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം പ്രൈസ് ഓഫ് 1 പെൻസിൽ = 2 രൂപ. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് 1 പെൻ അല്ലെ, ഒരു പേനയുടെ വില 15 രൂപ. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കണം. ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 സെന്റിമീറ്റർ അല്ലെ. അതായത് ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എത്രയാണ്? 26 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാൽ ആദ്യം റഫ് ആയിട്ട് ഒരു ചതുരം വരയ്ക്കാം. അതിന്റെ പെരിമീറ്റർ എന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് എഴുതാൻ നോക്കിയാൽ പെരിമീറ്റർ എത്രയാണ്? 26 സെന്റിമീറ്റർ അല്ലെ. 26 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അനദർ റെക്ടാംഗിൾ വിത്ത് ട്വൈസ് ദി ലെങ്ത് ആൻഡ് ത്രൈസ് ദി ബ്രെഡ്ത്ത് ഹാസ് പെരിമീറ്റർ 62 സെന്റിമീറ്റർ. ഇതിന്റെ നീളത്തിന്റെ ഇരട്ടി നീളവും ഇതിന്റെ വീതിയുടെ 3 ഇരട്ടി വീതിയുള്ള മറ്റൊരു ചതുരം, അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 62 ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ആദ്യം നമ്മുടെ ആദ്യത്തെ ചതുരം അല്ലെ, ഈ ചതുരത്തിന്റെ പെരിമീറ്റർ നമുക്ക് 26 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ നീളം എന്ത് വിചാരിക്കാം? നീളം നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം, വീതി നമുക്ക് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ നീളം എക്സ് അല്ലെ, ഇതിന്റെ വീതി വൈ. ഇനി പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 26 തന്നിട്ടുണ്ട് അല്ലെ. പെരിമീറ്റർ എങ്ങനെ കണ്ട ചതുരത്തിന്റെ റെക്ടാംഗിൾ പെരിമീറ്റർ നമുക്ക് 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലെ, 2 ഇൻറ്റു നീളം പ്ലസ് വീതി. അതായത് 2 ഇൻറ്റു ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? നീളത്തിന് എക്സ് എന്നും കൊടുത്തു, വീതിക്ക് വൈ എന്നും കൊടുത്തു അല്ലെ. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലെ, ഇതാണ് പെരിമീറ്റർ. ഇത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 26 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാലോ. എക്സ് പ്ലസ് വൈ അല്ലെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 26 ഉണ്ട്, ഈ 2 ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 2 അല്ലെ, ഈക്വൽ ടു 13. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 എന്ന് കിട്ടി അല്ലെ. അതായത് ഈ ചതുരത്തിന് നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 13 കിട്ടും. അത് ഓക്കെ അല്ലെ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചതുരത്തിന്റെ കാര്യം എടുക്കാം. ഇതിന്റെ നീളത്തിന്റെ ഇരട്ടി നീളം, വീതിയുടെ 3 ഇരട്ടി വീതി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചതുരം എന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയാൽ ഇതിന്റെ നീളത്തിന്റെ ഇരട്ടി നീളം അല്ലെ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി. അപ്പൊ എത്രയായിരിക്കും? 2x ആയി അല്ലെ. അപ്പൊ ഇതിന്റെ നീളത്തിന്റെ ഇരട്ടി നീളായി. ഇനി ഈ വീതിയുടെ 3 ഇരട്ടി, 3 മടങ്ങ്, അതായത് 3 ഇൻറ്റു വൈ. അപ്പൊ ഈ വീതി എത്രയായിരിക്കും? 3y. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ നീളം നമുക്ക് കിട്ടി, ഇതിന്റെ വീതി നമുക്ക് കിട്ടി അല്ലെ. ഇനി ഇതിന്റെ പെരിമീറ്റർ നമുക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? 62 അല്ലെ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ 62. അതായത് പെരിമീറ്റർ കാണാൻ നമുക്കറിയാം 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലെ. 2 ഇൻറ്റു നീളം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2x ആണ്. വീതി എത്രയാണ്? വീതി 3y അല്ലെ, 3y. അപ്പൊ 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലെ, അതാണ് 62. ഇനി ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നീളം വീതി കിട്ടുമല്ലോ. എന്താ? 2x പ്ലസ് 3y അല്ലെ. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2x പ്ലസ് 3y സീക്വൽ ടു നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 62 നമ്മളിവിടെ എഴുതി. ഇനി ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2 സീക്വൽ ടു 62/2 31 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2x പ്ലസ് 3y സീക്വൽ ടു 31 നമുക്ക് കിട്ടി. ഇവിടെ നോക്കി 2 ഇക്വേഷൻ കിട്ടി അല്ലെ. ഇതിപ്പോ നമുക്ക് ഇതിനെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ 1, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ആദ്യം ഇവരെ ഒന്ന് അടുപ്പിച്ച് എഴുതാം. എക്സ് പ്ലസ് വൈ സീക്വൽ ടു 30 അല്ലെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനോ 2x പ്ലസ് 3y സീക്വൽ ടു 31 അല്ലെ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമുക്ക് ആദ്യം എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കാം അല്ലെ. ഇവിടെ 1, ഇവിടെ 2. അപ്പൊ എക്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെയോ? ഇവിടെ 1, ഇവിടെ 3. ഇതിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? കോഎഫിഷ്യന്റ് നമ്മൾ സെയിം ആക്കണം അല്ലെ. അപ്പൊ ഇവിടെ എക്സിന് 1 ആണ് കോഎഫിഷ്യന്റ്, ഇവിടെ 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2x എന്നായി അല്ലെ. അപ്പൊ എക്സിനെ സെയിം ആക്കുകയാണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2x ആയി അല്ലെ. അപ്പൊ ഇവിടെയും 2x ആയി. അപ്പൊ നമുക്ക് എന്താ ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിന് മാത്രം ഗുണിക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാരെയും ഗുണിക്കാം അല്ലെ. ഇതിനെ നമുക്ക് മൊത്തം 2 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതുന്നു ഇക്വേഷൻ നമ്പർ 1നെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു വൈ 2y സീക്വൽ ടു 2 ഇൻറ്റു 13 26. കണ്ട? അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ ഇങ്ങനെ മാറ്റി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. അത് നമുക്ക് എന്ത് കൊടുക്കാം? 1, 2, 3 നമുക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ അതിന് നമ്മൾ 3 കൊടുത്തു. ഇനി നോക്കിയാൽ ഇപ്പൊ സെയിം ആയില്ലേ അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഈ എക്സ് പോയി കിട്ടി അല്ലെ. 2x ഒഴിവായി കിട്ടി. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് വലുതിൽ നിന്ന് ചെറുതിന് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ വലുത് ഏതോടെ 31, ഇവിടെ 26. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 3നെ കുറയ്ക്കാം. അപ്പൊ ഇവിടെ എഴുതാം ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് മൈനസ് ഇക്വേഷൻ നമ്പർ 3 അല്ലെ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു. അപ്പൊ 2x 2x കുറച്ച് എത്രയാണ്? 0. 3y നിന്ന് 2y കുറച്ചാൽ എത്ര കിട്ടും? 1y അല്ലെ. y ഈക്വൽ ടു 31ൽ നിന്ന് 26 കുറച്ച് എത്ര കിട്ടും? 5. അപ്പൊ നമുക്ക് y ഈസ് ഈക്വൽ ടു 5.
ഇനി എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ y 5 എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ് ഈ ഇക്വേഷൻ അല്ലേ, വളരെ സിമ്പിൾ ആയ ഒരു ഇക്വേഷൻ. അപ്പോൾ അതിൽ അങ്ങോട്ട് നോക്കിയാൽ എക്സ് പ്ലസ് വൈ സീക്വൽ ടു 13 അല്ലേ. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 5 സീക്വൽ ടു 13. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും, ഈക്വൽ ടു 13, ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ -5 അല്ലേ, ഈക്വൽ ടു 8. വയ്യോ 5 അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നീളം അല്ലേ. അപ്പോൾ നിങ്ങൾ അതുപോലെ എഴുതാം, നീളം ലെങ്ത് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ അല്ലേ. ലെങ്ത് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്, വീതി അല്ലേ, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കി കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.